വെച്ചിട്ട് വേണം മാങ്ങന്നാന്. ഇവിടെയൊക്കെ പൊളിച്ചിടുക. മൂത്ത് കേട്ടോ യാമിക്കുട്ടിയെ, നമ്മള് മാങ്ങ എങ്ങിട്ട് പോയി? നമുക്ക് പുതിയാപ്പിളക്കോര തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. താഴത്ത് പണികൾ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ചയും ബഹളങ്ങളും ആണ് കേട്ടോ കേൾക്കുന്നത്. തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി എല്ലാവർക്കും അറിയണ ഒരു റെസിപ്പി തന്നെയൊക്കെ, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച മീൻകറി ഒരു എളുപ്പക്കറിയാണല്ലേ, നല്ല ടേസ്റ്റും ഉണ്ടാവും. തേങ്ങ അയക്കുക, 4 വലിയ ചെറിയ ഉള്ളി, ഒരു 5 വലിയ വെളുത്തുള്ളി, ഒരു കുഞ്ഞാപ്പി ഇഞ്ചി. ഇത് നമുക്ക് തൂമിക്കാൻ ആവശ്യമുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കേട്ടോ, കറിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, പിന്നെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം. ഇത് അരച്ചെടുക്കണം. ഞങ്ങൾക്ക് കുറച്ച് കറി മതിയായിട്ട്, അപ്പോൾ കുറച്ച് തേങ്ങയുള്ളൂ, അതാണ് കുഞ്ഞു മിക്സിയിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. യാമിക്കുട്ടി വരുന്നതിന് ഇവിടെ അരച്ചിട്ടിക്കുക. റോളില്ല. ഇതാ നമ്മളെ കറിച്ചട്ടിയിലേക്ക് തേങ്ങ ഒഴിക്കുക, തേങ്ങ ഇടുക. ഇതിൽ വെള്ളം കുറവാണ്, കുറച്ച് വെള്ളം ചേർക്കട്ടെ. നമ്മളെ ഒരു മാങ്ങ കഷ്ണം ഇട്ടെടുക്കുക, പഴുത്ത 2 തക്കാളിയും ഒരു 5-6 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പില, കറി വെക്കാനുള്ള മീൻ പൊരിക്കാനുള്ള മസാല തേച്ച് വെച്ചിട്ടോ. അതിൽ നിന്ന് തന്നെ 1-2 എടുത്തിട്ട് കറിക്ക് ഇടുക. ഇന്നലെ പട്ടാമ്പി വീട്ടിൽ നിന്ന് ഷെഫ്മും കൊടുന്ന കേട്ടോ മാങ്ങ, നല്ല നാടൻ മാങ്ങ. ഇതിങ്ങനെ ഞെക്കി കുടിക്കണം. മാങ്ങക്കാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കുറേ മാങ്ങ കിട്ടിയിട്ട് ഇങ്ങനെ തിന്നണം. 1-2 കടയിൽ നിന്ന് മേടിച്ച് തിന്നണ പോലെയല്ല. നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഇനിയിപ്പോൾ വീട്ടിലില്ലെങ്കിലും വീട്ടിലില്ലാത്ത സമയത്ത് ഞങ്ങളെ കുറേ മാങ്ങ ഇതേപോലെ മേടിച്ചിട്ട് തിന്നു കേട്ടോ. നല്ല സുഖം. കറി വേവുന്നവരെ ഇവിടെ ഊഞ്ഞാലാടാം, മാങ്ങ കഴിക്കാം. യാമിക്കുട്ടിയുടെ നല്ല കളിയിലാട്ടോ, ഓളോളെ പപ്പയും. നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ തേക്കുമല്ലോ, ഞാൻ കാണിക്കാറുണ്ടല്ലോ. അപ്പം നമ്മൾ മുഖത്ത് പുറമെ മാത്രം തേച്ചിട്ട് കാര്യമില്ല, നമ്മൾ അകത്തേക്കും ചെല്ലണമല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ സീസണൽ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കുറേ കഴിക്കണം കേട്ടോ. പക്ഷേ ലോങ് ടേം അതിൻ്റെ വിസിബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്കിൻ കെയർ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കിൻ കെയർ സപ്ലിമെൻറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ സ്കിൻ കെയർ സപ്ലിമെൻറ്റ്, HK വിറ്റൽസ് ഗ്ലൂട്ടാത്തയോൺ. ഇതിപ്പോൾ കുറച്ചായിട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്, 2-3 ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഇങ്ങനൊരു ടാബ്ലറ്റ്സ് ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ സ്കിന്നിന് മികച്ചൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ സ്കിന്നിൽ മെലനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷനും കറുത്ത കുത്തുകളും അൺഈവൻ സ്കിൻ ടോണും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആവും. ഇത് ഞാൻ സാധാരണയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ കഴിക്കാറ്. നമ്മൾ ഈ ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കുടിക്കുക കേട്ടോ ചെയ്യുക. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിലിത് മുഴുവൻ അലിഞ്ഞ് ചേർന്നതിന് ശേഷം കേട്ടോ നമ്മൾ കുടിക്കുക. ഇതിൻ്റെ കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാൽ അതിൽ ഒട്ടും ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് ഇതിന്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 600 മില്ലിഗ്രാം L-ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, ഹൈലോറോണിക് ആസിഡ്, ഇതിൻ്റെയൊക്കെ ശക്തമായ ഫലപ്രദമായ മിശ്രിതം അടങ്ങിയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ സപ്ലിമെന്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡിന്റെ തന്നെ വാങ്ങിക്കാൻ നോക്കാം. അതായത് ഗ്ലൂട്ടാത്തയോൺ ആണെന്ന് വെച്ചിട്ട് അവിടെ ഇവിടെയും കണ്ടതൊക്കെ വാങ്ങിക്കാൻ നമുക്ക് വിശ്വസനീയമായൊരു ബ്രാൻഡ് തന്നെ വാങ്ങിക്കാൻ നോക്കാം. രാജ്യത്തെ ഏറ്റവും മികച്ച കൊളാജൻ ബ്രാൻഡുകളിൽ ഒന്നാണ് HK വിറ്റൽസ്. ശരിക്കും എനിക്ക് ഈ സപ്ലിമെന്റ് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ hkvittels.com കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൽ ഷഹദിയ 10 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയ റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവണം എന്നൊക്കെ ഉള്ളവരും അകത്തേക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉള്ളവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് കേട്ടോ. നമുക്ക് കറി തൂമിക്കുമാണ് കേട്ടോ. തൂമിക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞേക്കട്ടെ. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെയൊക്കെ ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിക്കുക പണി വേഗം കഴിയല്ലേ എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനെന്ന് ഇപ്പൊ വിചാരിക്കണേ കേട്ടോ. യാമിക്കുട്ടി വന്ന പിന്നെ ആദ്യ പർച്ചേസിങ്ങാ. നമ്മളെ കറി ഇങ്ങനെ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ മീൻ കാണാനില്ല, ഇങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് നല്ല പരുവായിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. യാമിക്കുട്ടി മീമിമ്മേണ് അടിയിൽ നല്ല തകൃതി കേട്ടോ. പിന്നെ ഞങ്ങൾ ടൈൽസ് അടിക്കാൻ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തിരുന്നു കേട്ടോ. ടൈൽസ് അടിക്കാൻ ഞങ്ങൾ 2-3-4 ദിവസം മുമ്പ് പോയിരുന്നു. അന്നത്തെ വീഡിയോ ഒക്കെ ഒന്നിട്ട് കണ്ടിട്ട് വരും. അപ്പോൾ ഇതിന് ഞങ്ങൾ മീൻകറി ഇതൊക്കെ പൊരിച്ച് സെറ്റാക്കട്ടെ. ചോറ് തിന്നുമ്പോൾ നിങ്ങളെ വിളിക്കട്ടോ. കണ്ടിട്ട് വാ പറ. പുതിയ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരുങ്ങി പോവല്ലേ, പുതിയ ലൊക്കേഷനിൽ നിന്നുള്ള ഞങ്ങളെല്ലാവരും കൂടി ഔട്ടിങ്ങിന് പോവാണ്. ഞാനിതാ ബിനാസിന്റെ ഡ്രസ്സാട്ടോ ഇട്ടിരിക്കുന്നത്. കണ്ണാടിമൊക്കെ യാമിക്കുട്ടിയുടെ കൈപ്പത്തികളാ. യാമിക്കുട്ടിക്കാക്കി ഇതാ ആദ്യം ഒരുങ്ങിയിട്ടുണ്ട്. പോവല്ലേ, ചാറ്റ് പോവല്ലേ നമ്മള്. നമ്മളെ ഡൈനിങ് ഹാളാണ് കേട്ടോ ഈ കാണുന്നത്.
ഞാൻ തൊഴാൻ മണ്ണാണ് അവിടെ. മണ്ണാണ് അതിന്റെ കയ്യുമ്പോൾ മണ്ണാവും. താങ്ക് യു. ഞങ്ങളെ പ്രധാന വാതിൽ വെച്ചിട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് വാതിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശരി. യാമിക്കുട്ടിക്കുള്ള കുടിവെള്ളം ചെറിയൊരാശ്വാസത്തിന് ഇടക്കിടക്ക് കൊടുക്കാൻ ഒരു സമാധാനം കിട്ടാൻ ഞങ്ങൾ പിന്നാമ്പുറത്ത് കൂടി ഇട്ട് ഇറങ്ങണേ. ഓൾക്ക് എന്നും ഇങ്ങോട്ട് താഴത്തേക്ക് വന്ന സങ്കടന്റെ വീടിന് എന്ത് പറ്റി? നല്ല വീടാന്നൊക്കെ കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നോക്കുമ്പോ ഇപ്പൊ ഇവര് ഇതൊക്കെ പൊളിച്ച് എന്താ പരിപാടി. ഓല വീടൊക്കെ കണ്ട എല്ലാം വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ പൊളിച്ചിടുക. ഇതൊക്കെ ചെതല് പിടിച്ചവരും ഒക്കെ അഴിച്ചിട്ടതൊക്കെ കേട്ടോ. നമ്മളെ സിറ്റ് ഔട്ട് ഇതാട്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് പോണത് എങ്ങോട്ടാണ്? മസാലി. മിക്കവാറും ആദ്യം മസാലിക്കാരി പോവുക. പോണത് ഞങ്ങള് ടൈൽസും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവാം. നേരം വൈകി. അമ്മ നമ്മളെങ്ങോട്ടെത്തി? അങ്ങനെ ഞങ്ങൾ ഇതാ പെരിന്തൽമണ്ണയിൽ എത്തിട്ടോ. അപ്പൊ ആദ്യം ചെറുതായിട്ടൊന്ന് കഴിക്കട്ടെ. വലുതായിട്ട് കഴിക്കാൻ നിന്നാ പിന്നെ കഴിച്ചതിന്റെ ക്ഷീണമൊക്കെ കൂടി നേരെ വീട്ടിലേക്ക് പോകേണ്ടിവരും. അപ്പൊ ഞങ്ങൾ ലേറ്റ് ആയിട്ടൊന്ന് കഴിച്ചിട്ട് ടൈൽസ് നോക്കാൻ പോവാന്ന് വിചാരിച്ചിക്ക. അപ്പൊ പുതിയ ടൈൽസ് ഒക്കെ മേടിക്കാൻ പോണതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ യാമിക്കുട്ടിയൊക്കെ. അല്ലേ യാമി ഇപ്പൊ ആൾക്കാരൊക്കെ നോക്ക്. ഷെഫ് മോൻകുട്ടി ഉണ്ട്. ഓന് സാൻഡ്വിച്ച് വെയിറ്റ് ചെയ്തിരിക്കുക. സാൻഡ്വിച്ച് കൊടുക്കാനാ? കുട്ടിക്ക് ക്ലബ് കൊടുക്കട്ടെ. ക്ലബ് ആണോ സാൻഡ്വിച്ച്? ഏതാ പൈരുത്തം? ഇതെന്താ വികൃതി കൊത്തിരിയാ? കൊത്തിരിയാണ്. നട്ടാ ഇവിടെ എത്തിയല്ല കുഴപ്പം എന്താന്ന് വെച്ചാല് ഒതുങ്ങിയിരിക്കൂല. അവൾക്ക് സ്റ്റിയറിംഗ് ചവിട്ടി കയറി നിക്കേണ്ടി വരും. അതാണ്. ഞാനല്ല എന്നെ നോക്കണത്. ആ കളിയെ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാനല്ല. അപ്പോ ആരാ? ഇപ്പൊ മനസ്സിലായി. ഇപ്പോഴാണ് പിടുത്തം കിട്ടിയത്. മാംഗോ പറഞ്ഞു എന്റെ ഫോണ്. വിളിക്കണേ. ഹലോ, പൈനാപ്പിൾ ജ്യൂസ് വേണോ? നമ്മൾ ടൈൽസ് എടുക്കാൻ കുട്ടി ഏകദേശം കളി തുടങ്ങി. പുറപ്പെട്ടപ്പോ നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ യാത്ര പോണതിന്റെ. ഇനിയിപ്പോ ഓൾക്ക് ഓരോരോ ആവശ്യങ്ങളായി, അനാവശ്യങ്ങളായി. ഞാനേ ഇറങ്ങുന്നുള്ളൂ. പുറത്തേക്ക് ആൾ ഇറങ്ങിയോട് കൂടി ഇറങ്ങിക്കോ. ഇറങ്ങുവാ പോരാ. നാല് രണ്ടെന്നെ പറഞ്ഞു ബാത്റൂമും സിറ്റ് ഔട്ടൊക്കെ. അതൊക്കെ ഉണ്ടാവും. പിച്ച് വെച്ച് തുടങ്ങല്ലേ. ഒന്നും വിഷയം കണ്ടോ. ആരെങ്കിലും കണ്ടോ എന്നൊക്കെ പ്രശ്നമുള്ളൂന്ന്. ഷെഫ്മോൻക്ക് വൈറ്റും ആഷും. ഇപ്പൊ പറയണേ അല്ല വൈറ്റ് മെയിന്റനൻസ് കുറച്ച് ബുദ്ധിമുട്ടാക്കാരോ. എനിക്ക് പേടിഞ്ഞ് ബാത്റൂം ഒക്കെ അവനെ വിളിക്കുമെന്നേ. അത് വേഗം തടി തപ്പുക. രണ്ടും നിലത്തേക്കും വെടുക്കും ഉണ്ടാവൂല്ലേ. ലൈറ്റും ഇതൊക്കെ വരുമ്പോ രസാക്കാരില്ലേ. എന്ത് ഏത് നമുക്ക് ഏതാ വേണ്ടത്? ഏതാ വേണ്ട പറയേ. വെള്ളം എത്ര വേണ്ടത്? വെള്ളം ഏതാണെങ്കി പറയാൻ നോക്കിട്ട് പറയാം. സെലക്ട് ചെയ്തല്ലേ. ഇനി നമുക്ക് സിറ്റൗട്ടിക്കുള്ള ടൈൽസ് ഞാൻ കാണിച്ചു. ടൈൽസ് ഉറപ്പിച്ചു കേട്ടോ. അമ്മിക്കുട്ടിക്ക് നല്ല തെരച്ചിലില്ല. നമ്മുടെ ചുമരുമ്പല മറ്റേ ഡിസൈൻ ആവുകയല്ലേ. വേറെ ഡിസൈനുകളൊന്നും പറ്റൂല. നമ്മുടെ നിലത്തിനോടി ഒഴിച്ചത് വേണേനും അത് വ്യത്യാസമാണ്. ടൈൽസുകൾ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനൊക്കെ ആയിട്ടോ. നമ്മൾ ശരിക്കും ഫോട്ടോസൊക്കെ കണ്ട് പ്ലാൻ ചെയ്തിട്ട് നല്ലൊരു ഇത് നടന്ന് ഈ ടൈൽസിന്റെ ഷോറൂം മുഴുവൻ നടന്ന് യാമിക്കുട്ടി കാല് കഴിച്ചു. അപ്പൊ നമ്മൾ സിറ്റൗട്ട് ഇങ്ങനെ ആക്കാം അല്ലേ. വാഷ് ബേസിനൊക്കെ എടുക്കാമല്ലോ. രസമുണ്ടോ?
മൊറോക്കൻ ആണേനും നമ്മളൊരു കളറാണേനും ആ യാമിക്കുട്ടി ഇതാ ഓടി 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 ദാഹിച്ച് വലഞ്ഞ് വെള്ളം കുടിക്കുക. വാഷ് ബേസിനിന്റെ അവിടേക്ക് ഞങ്ങൾ ഇതെടുത്തു തിന്നാക്കള നല്ല രസം ഞാനിത് ആദ്യമായിട്ട് തിന്നേണ്. എനിക്ക് ഇതുവരെ കൊടുന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സാധനം. ടൈലുകളൊക്കെ ഏകദേശം നോക്കി. ഇനിയിപ്പോ ക്ലോസറ്റും വാഷ് ബേസിനും അങ്ങനെതാ ചീരയൊക്കെ വലിഞ്ഞ് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ ജാമ്യക്കുട്ടിനെ കൊണ്ടുപോകാൻ പറ്റാത്ത പരിപാടിക്കും ഇപ്പൊ ഹോട്ടലിലേക്കൊക്കെ പരിചയിച്ചാലും പോരാ. കുട്ടിയുടെയൊക്കെ ഇപ്പൊ ചിലപ്പോൾ തീർക്കും. ചിലപ്പോൾ ഞങ്ങൾ 4 ക്ലാസ്സൊക്കെ മേടിച്ചു കൊടുക്കേണ്ടി വരും. വേണം ക്ലാസിന്റെ ഒക്കെ പൈസ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ പണ്ട് നമ്മളിങ്ങനെയൊക്കെ വരുമ്പോ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോ നമ്മളിങ്ങനെ കൗതുകത്തോടെ നോക്കിക്കും. എപ്പോഴാണ് അതിന്റെ കൗതുകം മനസ്സിലായത്, ശരിക്കുള്ള കൗതുകം മനസ്സിലായത്. ഞാൻ ഷെഫ്മാൻ പറയാം 10 റുപ്യ പാർക്കൊക്കെ നിർച്ചാക്കിക്കോ. ഫുഡൊക്കെ വന്നപ്പോ യാമിക്കുട്ടി ഒതുങ്ങിയിരിക്കാനേ നിർച്ചാക്കിട്ടോ. ഒതുങ്ങിയിരിക്കോ ചിക്കൻ വളരെ അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രം എടുക്കുക. ജോലിയൊക്കെ എടുത്തിക്ക മസാലിന്റെ മറ്റേ സാധനം കൊണ്ടുപോണ ആളാക്കി മാറ്റിയിരുന്നു. ഭക്ഷണം കഴിക്കാൻ വന്നിടത്തെ കോലായി കാണുന്നത്. യാമിക്കുട്ടി എല്ലാ കഥയും കളിയൊക്കെ കഴിഞ്ഞ് ഒരു പരുവായി. യാമിക്കുട്ടിനെ കൊണ്ടുപോവാ. ആദ്യം കൊണ്ടുപോയി മുക്കണോളെ. അങ്ങനെ ഞങ്ങൾ അന്ന് ടൈൽസൊക്കെ നോക്കി പോന്നിട്ട് പിന്നെ പോയിട്ടില്ല കേട്ടോ. ഇതാ നമ്മളെ മീൻകറി സെറ്റായിട്ടുണ്ട്. മീൻകറിയും മാങ്ങയൊക്കെ തരാം. മാങ്ങല്ല മാമ തരാം. യാമിക്കുട്ടിക്ക് ഇതാ മാവ്. ഇതാ യാമിക്കുട്ടിക്ക് ഇതാ മാമ ഇവിടെ തിന്നാണ് കേട്ടോ. നല്ല പുതിയാപ്പിളക്കോരയാണ് കേട്ടോ. ഞാനൊക്കെ കേട്ടോ അധികവും ഊഞ്ഞാലമ്മ ഇരിക്കുക. ഊഞ്ഞാലാടിയിട്ടാണ് ഞാൻ ചോറുന്നത്. ഷെഫ്മോൻ ഇല്ല കേട്ടോ ഇവിടെ. അതുകൊണ്ടാണ് മീനാഘോഷം. ഷെഫ്മോൻ ഇല്ലാത്ത ദിവസമാണ് ഞങ്ങളിങ്ങനെ മീൻകറിയും ചോറൊക്കെ കഴിക്കുക. യാമിക്കുട്ടിക്ക് പിന്നെ ഒന്നും തിരിച്ചറിയാനായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ മീനും ചോറൊക്കെ കഴിക്കട്ടെ. നിങ്ങളവിടെയൊക്കെ പുതിയാപ്പിളക്കോരൊക്കെ എന്താ പറയാന്നാണോ അല്ലേ? നമ്മളവിടെ പുതിയാപ്പിളക്കോരാന്ന് പറയും. ഞങ്ങളവിടെയാണ് പുതിയാപ്പിളക്കോര. നിങ്ങളവിടെയൊക്കെ കിളിമീൻ എന്നാ പറയാ. ചോറ് വെച്ചിട്ട് വേണം മാങ്ങ എന്നാന്. മാങ്ങക്കാലായ പിന്നെ അങ്ങനെയാണല്ലോ അല്ലെ. പട്ടാമി കൊണ്ടുവന്ന മാങ്ങയാണ് പാത്രങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇതാ ഞങ്ങൾ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് ഈ മാങ്ങ ഞെക്കി തിന്നണം അല്ലേ യാമിക്കുട്ടി? അപ്പൊ ഞങ്ങൾ ഈ മാങ്ങൊക്കെ തിന്നട്ടെ. അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ ഞങ്ങൾ സുലാൻ്റെ വീട്ടിൽ പോവാൻ കേട്ടോ. എല്ലാവരും കൂടിയിട്ട് അടുത്ത വിശേഷം ചിലപ്പോൾ സുലുവിൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ അല്ലേ. എല്ലാവർക്കും മാങ്ങ വേണം ചോദിച്ചോക്ക്. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും.